ഒന്നാം അധ്യായം 3-ാമത്തെ വല്ലി, തൃതീയ വല്ലി 13-ാമത്തെ മന്ത്രം വരെയാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അങ്ങോട്ട് സാധകനുള്ള പ്രത്യേക ഉപദേശങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്, അതേസമയം എത്രത്തോളം അത് നമുക്ക് പ്രചോദിപ്പിക്കുന്നതാണ് എന്നും കൂടി സൂചിപ്പിക്കുന്ന മന്ത്രമാണ്. എല്ലാവരും കേട്ട മന്ത്രമായിരിക്കും. ഇപ്പോഴാണ് നമുക്കത് പഠിക്കാനുള്ള സമയമായിരിക്കുന്നത്. 14-ാമത്തെ മന്ത്രം നോക്കാം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ശുരസ്യ ധാര നിശിതാതുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള മന്ത്രമാണത്. എഴുന്നേൽക്കുക, ഉണരുക, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ചിട്ട് തത്വത്തെ മനസ്സിലാക്കുക. മൂർച്ചയാക്കപ്പെട്ട കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നത് പോലെ ഈ പാത വളരെ ദുർഗമമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ബുദ്ധിയുള്ളവർ പറയുന്നു. ബുദ്ധിയുള്ളവർ എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനികൾ ആയിട്ടുള്ളവർ, ഈ തലത്തിലേക്ക് എത്തിയവർ എന്നാണ് അർത്ഥം. അപ്പം ആധ്യാത്മികമായിട്ടുള്ള പാത അത്ര എളുപ്പമല്ല. ഒരുപാട് അപകടങ്ങളുണ്ട്, വീഴ്ചകൾ സംഭവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ അതേസമയം നമ്മളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഈ ശ്രുതി മാതാവ് ഉപനിഷത്ത് പറയണം, എഴുന്നേൽക്കൂ, ഉണരൂ. സാധാരണ ഉണർന്നിട്ടല്ലേ എഴുന്നേൽക്കേണ്ടത്. ഇതാദ്യം എഴുന്നേൽക്കാനാണ് പറയുന്നത്, എന്നിട്ട് ഉണരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ തയ്യാറാവൂ എന്നാണ് അർത്ഥം. തയ്യാറാവൂ, കർമ്മം ചെയ്യാൻ തയ്യാറാവൂ, അല്ലെ സാധനകൾ ചെയ്യാൻ തയ്യാറാവൂ. എന്നിട്ട് ഉണരൂ. എന്തിൽ നിന്ന് ഉണരണം? അജ്ഞാനത്തിൽ നിന്ന് ഉണരണം, ഉണ്മയിലേക്ക് ഉണരൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധനകൾ ചെയ്യൂ, ഉണ്മയിലേക്ക് ഉണരൂ എന്ന് പറഞ്ഞു. ഉണർന്നാലേ നമുക്ക് ഈ ലോകത്തിൻ്റെ സ്ഥിതി മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം, സ്വപ്നലോകത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം അത് സത്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ജാഗ്രതയിലേക്ക് പോകുമ്പോൾ, ജാഗ്രത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം അത് സത്യമായിട്ട് തോന്നി, ജാഗ്രതയെക്കുറിച്ച് നമുക്ക് ബോധമില്ലായിരുന്നു. ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോഴും നമ്മൾ സ്വപ്നാവസ്ഥയെക്കുറിച്ചിട്ട് ചിന്തിക്കാറില്ല. അത് അസത്യമാണ്, അത് മായയാണ്, വന്നു നിന്ന് പോയതെന്നറിയാം. പക്ഷേ ജാഗ്രത അവസ്ഥ സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ജ്ഞാനികൾ പറഞ്ഞു ഇത് രണ്ടും ഒരേപോലെയാണെന്ന്. അപ്പം ജാഗ്രതയിൽ നിന്നും നമ്മൾ ഉണരുമ്പോൾ, ഈ അജ്ഞാനത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോഴേ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അജ്ഞാനത്തിൽ നിന്ന് ഉണരൂ എന്ന് പറയുന്നത്. എന്നിട്ട് എന്തു വേണം? ആത്മജ്ഞാനികളായ ആചാര്യന്മാരെ ശരണം പ്രാപിച്ചിട്ട് ആത്മതത്വത്തെ മനസ്സിലാക്കൂ. അവിടെയും ഇവിടെയൊന്നും പോയിട്ട് ഇതാക്കിയാൽ പോരാ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വൽ ബിസിനസ് ഒരു വലിയ ബിസിനസ്സാണ്. അങ്ങനെയല്ല. ശരിയായ ആചാര്യന്മാർ, ആത്മജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാരെ തന്നെ നമ്മൾ സമീപിക്കണം. അവിടെ എത്തിച്ചേർന്നവർക്ക് ശരിക്കും അവിടെ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആത്മജ്ഞാനികളായിട്ടുള്ള ഗുരുനാഥന്മാരെ വേണം പോയി കാണാൻ. ഗുരു വേഷം കിട്ടിയവരടുത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്തു എന്ന് വരും. നമ്മൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് അറിഞ്ഞ ആൾക്കാരെ വേണം സമീപിക്കാൻ. ആ വിഷയം അതായത് ഓരോ സാധകനും ചെല്ലുമ്പോൾ ആ സാധകൻ്റെ നില എന്താണെന്നറിഞ്ഞ് അയാൾക്ക് ഏത് വിധത്തിലുള്ള സാധനയാണ് ചേരുക എന്നറിഞ്ഞ് അയാളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാരെ സമീപിക്കണം. ഇപ്പം തന്നെ ഈ വേദാന്തം നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന അദ്വൈത ദർശനം, ഇത് ചിലവർക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഈ തലത്തിൽ വിചാരിച്ച് വരച്ച് അവർക്ക് ഭക്തിയുടെ മാർഗം ഉണ്ട്. അപ്പം ഭക്തി തലത്തിൽ മുന്നോട്ട് നീങ്ങി ഈ തലത്തിലേക്ക് എത്തിച്ചേരും. ഇതിനും പറ്റാത്തവർ കർമ്മയോഗത്തിലൂടെ ചേരാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിയായ ഒരു ഗുരു ഒരു സാധകനെ മനസ്സിലാക്കിയിട്ട് ഉപദേശിക്കുക. അപ്പോൾ ഇവിടെ
ഉപനിഷത്ത് മാതാവ്, നമ്മുടെ ശ്രുതി മാതാവ് എന്നാ പറയാം. നമ്മളെ ഉപദേശിക്കണം, സാധനകൾ ചെയ്യാൻ തയ്യാറാവൂ, ഉണരൂ, സത്യത്തിലേക്ക് ഉണരൂ, ആത്മജ്ഞാനികളായുള്ള ആചാര്യന്മാരെ, ഋഷിമാരെ സമീപിച്ച് ആത്മതത്വത്തെ അറിയൂ. ഇതൊരു വലിയ ഉപദേശമാണ്. ഈ ഒരു ഉപദേശം വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഉപദേശമാണത്. അപ്പോൾ ഈ മന്ത്രം വായിക്കുമ്പോൾ എപ്പോഴും വിവേകാനന്ദ സ്വാമിയുടെ ചിത്രം മനസ്സിൽ ഓർമ്മ വരും. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എന്നിട്ട് എന്ത് പറയണു, ഇതിൻ്റെ ഈ സാധനാപദത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാനൊരു ഉപമ പറയുന്നത്, ഏറ്റവും മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തലയിൽ കൂടെ നടക്കുവാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അതിലും വിഷമമുള്ളതാണ് ആധ്യാത്മിക മാർഗമെന്നാണ് ബുദ്ധിമാൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ നമ്മളോട് പറയും ഇതത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഈ കുതിരകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. വിഷയങ്ങളിലേക്ക് ഓടുന്ന ഇന്ദ്രിയങ്ങൾ ഇതെപ്പോഴും പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും, ഇത് കൺട്രോളില്ല. ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ ആധ്യാത്മിക പദത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് അത്രയും ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഏതെങ്കിലും നിമിഷം ഏതെങ്കിലും ഒരു ഇന്ദ്രിയം നമ്മൾ എങ്ങോട്ടെങ്കിലും വലിച്ചുകൊണ്ടിരിക്കും. ഇതിന് ഒരേ സമയം കൈകാര്യം ചെയ്യണമെങ്കിൽ വിവേകബുദ്ധി നന്നായിരിക്കണം. അപ്പോൾ അവിടെ ലക്ഷ്യബോധവും വിവേകബുദ്ധിയും ഇല്ലെങ്കിൽ സാധനാപദത്തിൽ നിന്ന് വീഴ്ച സംഭവിക്കാം, ഏതു നിമിഷവും സംഭവിക്കാമെന്നാണ്. ആത്മസാക്ഷാത്കാരം എന്ന തലത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏത് സാധകനും പതനം സംഭവിക്കാം. നമ്മളിപ്പം ഒരുപാട് ന്യൂസ് കേൾക്കാറുണ്ട്. നല്ല രീതിയിൽ പിന്നെ പേര് കേട്ടിരുന്ന സ്വാമിമാരൊക്കെ പലരും ആ ലക്ഷ്യത്തിലെത്താതെ വേറെ പല വഴിക്കും തിരിഞ്ഞു പോയതും പല കേസ് കെട്ട് ചെന്ന് ചാടിപ്പോകുന്നതും ഒക്കെ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരണം. സാധനാപദത്തിൽ മുന്നേറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഴിവുകൾ പ്രകടമാവാൻ തുടങ്ങും, നമ്മളുടെ ഉള്ളിൽ സിദ്ധികൾ പുറത്തു വരാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ കൊടുങ്ങും. ചിലപ്പോൾ പണം, വലിയ പ്രശസ്തി, ഇതിലൊക്കെ ചെന്ന് കൊടുങ്ങും. അത് വേണം തോന്നും, അപ്പോൾ ലക്ഷ്യം മറന്നു പോകും. സിദ്ധികളൊക്കെ വരുമ്പോൾ അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. സിദ്ധികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ സ്വാമി ഭഗവാൻ പറയുന്നത് വേണ്ട വേണ്ട, സിദ്ധികളൊന്നും വേണ്ട, എനിക്ക് അമ്മയെ മതി എന്നാണ്. സിദ്ധികളൊക്കെ നമ്മളെ വഴി തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ എവിടേക്കാണ് വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ആധ്യാത്മിക സാധനയിൽ മുന്നേറാൻ. ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട്. ഒരു പൂജ പഠിക്കാനോ അല്ലെങ്കിൽ പാരായണം ചെയ്യാനോ യോഗ ചെയ്യാനോ ഒക്കെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ തത്വത്തിലേക്ക് മുന്നേറുന്നതിനനുസരിച്ച് ഇതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഓരോ നിമിഷവും കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കണം. നിരന്തരമായ ശ്രമം വേണം. നിരന്തരമായിട്ട് ഈ ഈശ്വരബോധത്തിൽ നിൽക്കുന്നതിന് നമ്മൾ ഭക്തി എന്ന് പറയാം. ഇപ്പോഴൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ഭക്തിയാണ്. ഓരോ കാലം, ഇന്നിപ്പം ചിങ്ങമാസമായി, അപ്പോൾ ഇന്നലെ വരെ ശ്രീരാമ ഭക്തിയായിരുന്നു. രാമായണം ഒരു മാസം ശ്രീരാമ ഭക്തി, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിങ്ങമാസമായി, ഇനിയിപ്പോൾ ഓണക്കാലം വാമനൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഭക്തി. അത് കഴിയുമ്പോഴേക്കും പിന്നെ നവരാത്രി കാലമായി, അപ്പോൾ പിന്നെ ദേവീ ഭക്തി തലക്കി പിടിക്കും. അതൊക്കെ കഴിയുമ്പോഴേക്കും അയ്യപ്പ ഭക്തി തലക്കി പിടിക്കും, അല്ല പിന്നെ തിരുവാതിരയായി, അതങ്ങനെ പോവും. നമ്മൾക്കൊരു മനസ്സൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണില്ല. എന്തുകൊണ്ടങ്ങനെ ഉറച്ചു നിൽക്കാത്തത്? തത്വത്തിലെ ബോധമില്ല. ഞാൻ ഏതൊരു ഈശ്വരനെ ആരാധിച്ചാലും പരമാത്മാവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ പരമാത്മാവിൻ്റെ ഈശ്വര രൂപം, പല വിധത്തിലുള്ള ഈശ്വര രൂപത്തിനെയാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോഴതിലും അറിയാം, നിങ്ങൾ ഏത് ദൈവത്തിനെ ഉപാസിച്ചാലും ഞാനാണ് അതിൻ്റെ കർമ്മഫലങ്ങൾ, അതിൻ്റെ ഫലം നൽകുന്നതെന്ന് ഭഗവാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ നിന്നാണ് ഫലങ്ങളൊക്കെ വരുന്നത്. അത് വരുന്ന റൂട്ട് മാത്രമാണ് ഓരോ ഈശ്വരന്മാർ. അപ്പം പലതരം ഈശ്വരന്മാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സുറച്ചിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ പല സ്ഥലത്തേക്ക് മനസ്സ് ഓടുന്നുണ്ടെങ്കിൽ ഏകാഗ്രത കുറയും. ഏകാഗ്രത പോയാൽ പോയി, സാധന പോയി കയ്യിൽ നിന്ന്. പിന്നെ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ വിചാരിക്കും ഇയാൾ കേമനാണല്ലോ. അപ്പോൾ ഉദാഹരണത്തിനൊരു മിസ്റ്റർ XYZ കുറിച്ച് നമുക്ക് വലിയ മതിപ്പുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ അമ്പലത്തിൽ പോയിട്ട് എന്താ കാണിക്കണം, അതുപോലെയൊക്കെ നമ്മൾ കാണിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഭക്ഷണം കഴിക്കണോ അതുപോലെ ഭക്ഷണം, അയാൾ എങ്ങനെ വേഷം കെട്ടണോ അതുപോലെ വേഷം കെട്ടുക. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ, ചിലർ കണ്ടില്ല, ഓരോ ആശ്രമത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓരോ വേഷം കെട്ടി അങ്ങനെ നടക്കും.
പിന്നെ ചിലർ അമ്പലത്തിൽ വന്നിട്ട് ഇന്ന തിരുമേനി എന്താ ചെയ്യണം അതുപോലെ ഞാനും ചെയ്യട്ടെ. അങ്ങനെ അന്ധമായിട്ട് അനുകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ബോധം വേണം. നമ്മൾ എന്താണ് ചെയ്യണത്, എന്തിനാണ് ചെയ്യണത്, അവിടെയൊക്കെ വഴി തെറ്റും. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. നല്ല ശ്രദ്ധയോടെ വേണം നിങ്ങൾ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ കർമ്മത്തിലും ശ്രദ്ധ വേണം. നമ്മൾ നോക്കുന്നത്, ചലിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇത് വളരെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഏത് നിമിഷവും നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പം വളരെ ശ്രദ്ധയോട് കൂടി തന്നെ വേണം. ഗുരുവിൻ്റെ കൃപ വേണമെന്ന് പറയും. ഗുരു കൃപ ഉണ്ടെങ്കിലേ സാധനയിൽ മുന്നേറാൻ പറ്റുള്ളൂ. കാരണം എവിടെയെങ്കിലും ഇത്തിരി സ്ലിപ്പായി പോയാലും ഗുരു വേണം നമ്മളെ വീണ്ടും നേർവഴിക്ക് നയിക്കാൻ. അതൊക്കെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നില്ല. സാധിക്കും, ശ്രമിക്കണം, അത് ഉത്തരവാദിത്തമാണ്. പക്ഷേ വിചാരിക്കുന്നത്ര എളുപ്പമല്ല. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ചും കൂടി വിസ്തരിച്ചുകൊണ്ടാണ് പറയുന്നത്. 15ാമത്തെ മന്ത്രം നമുക്ക് നോക്കാം. അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ചയത് അനാദ്യനന്ദം മഹത പരന്ദ്രുവം നിജാര്യതത് മൃത്യുമുഖാത് പ്രമുച്യതേ. പരമാത്മസ്വരൂപിയായ ബ്രഹ്മം ശബ്ദരഹിതവും സ്പർശമില്ലാത്തതും രൂപമില്ലാത്തതും രസഹീനവും ഗന്ധമില്ലാത്തതുമാണ്. അങ്ങനെ തന്നെ നാശമില്ലാത്തതും ശാശ്വതവും ആദിയില്ലാത്തതും അവസാനമില്ലാത്തതും മഹത്വത്തേക്കാൾ ശ്രേഷ്ഠവും സത്യവുമാണ്. അപ്രകാരമുള്ള ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് മരണവക്ത്രത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. 5 കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 വിഷയങ്ങൾ. ഇതാണ് നമ്മൾക്ക് പ്രപഞ്ചജ്ഞാനമായിട്ട് വരുന്നത്. ഈ 5 വിധത്തിലാണ് നമ്മൾ അറിവിനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇത് 5ഉം പോയി കഴിഞ്ഞാൽ ആ അനുഭവമില്ല. ഇപ്പോൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് ദൃശ്യപ്രപഞ്ചമില്ല. അതുപോലെ ശബ്ദം കേൾക്കാൻ പറ്റാത്ത ഒരാൾക്ക് ശബ്ദപ്രപഞ്ചമില്ല. അതുപോലെ ഈ 5 അനുഭവങ്ങളും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ 5 അനുഭവങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ് ബ്രഹ്മം. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. പിന്നെന്ത് പറഞ്ഞു? ഇതിന് ആദിയുമില്ല അന്തവുമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്. ഉണ്ടായിട്ടില്ലാണ്ടാവുന്ന ഒന്നല്ല ബ്രഹ്മം. എപ്പോഴും ഉള്ളതാണ് ബ്രഹ്മം എന്നറിയണം. എന്നിട്ട് ഇത് മഹത്വത്തേക്കാൾ ശ്രേഷ്ഠം. മഹത്വം എന്ന് പറഞ്ഞാൽ മായയിൽ നിന്നുണ്ടാവുന്ന മഹത് അഹങ്കാരം. നമ്മൾ അതിന് പല വിധത്തിൽ പല വാക്കുകൾ പറയുന്നുണ്ട്. ഈ സൃഷ്ടിയെല്ലാം അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പ് എന്താണോ ഉള്ളത് അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. ഇല്ലെങ്കിൽ മായയ്ക്കും അപ്പുറമുള്ളത് എന്താണോ അതാണ് ബ്രഹ്മം. അതിനെ അറിഞ്ഞാൽ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാം. മൃത്യു എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ മരണം എന്ന് മാത്രമല്ല, അനുഭവ മണ്ഡലങ്ങളുടെ മാറ്റം. എല്ലാ മാറ്റവും മരണമാണ്. 1ാം ക്ലാസ്സിലെ കുട്ടി 2ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്നത് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ മരണം 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ജനനമാണ്. അപ്പം അങ്ങനെ മരിച്ച് ജനിച്ച ആൾ മാറിയിട്ടില്ല, ആൾ മരിച്ചിട്ടില്ല, അനുഭവം മാറി. അങ്ങനെ ഓരോ അനുഭവം മാറി. അപ്പം അനുഭവങ്ങളൊക്കെ മായയാണ്. അനുഭവങ്ങളില്ലാത്ത തലത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ മന്ത്രം ചെല്ലുമ്പം പറയുമല്ലോ, അസതോമാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്ക് മാറും. മൃത്യു എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ. അമൃതം മാറ്റമില്ലാത്ത അവസ്ഥ, അനശ്വരമായിരിക്കുന്ന അവസ്ഥ. നശ്വരമായതിൽ നിന്നും അനശ്വരമായതിലേക്ക് മാറും. അനശ്വരമായത് എന്താണ്? ബ്രഹ്മമാണ്. അത് ഈ എല്ലാ വിഷയങ്ങൾക്കും അപ്പുറം, മായയ്ക്കപ്പുറം അനാദി അനന്തമായിട്ടിരിക്കുന്ന ബ്രഹ്മമാണ്. അതാണ് സത്യം. ഞാൻ അതാകുന്നു എന്ന തലത്തിലേക്ക് നമ്മൾ അറിയണം. നമ്മളുടെ എല്ലാ അറിവും, ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അറിവും, ഇന്ദ്രിയങ്ങൾ വഴി വരുന്ന എല്ലാ അറിവും പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ 5 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് പ്രപഞ്ചജ്ഞാനം കൊണ്ടൊരിക്കലും ആത്മജ്ഞാനം ഉണ്ടാവില്ല. പ്രപഞ്ചജ്ഞാനം ആത്മജ്ഞാനത്തിന് എതിരാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ജ്ഞാനം ഉണ്ടാവുമ്പോൾ, അറിവുണ്ടാവുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ അറിവ് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ അനുഭവം എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് നമ്മൾ ചിന്തിക്കണം.
അപ്പോഴാണ് അനുഭവത്തിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. എല്ലാ മൃത്യുവിലും അമൃതത്വം ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മാറ്റത്തിലും മാറ്റമില്ലാത്തൊരവസ്ഥയുണ്ട്. മാറ്റമില്ലാത്തൊരവസ്ഥയിൽ നിന്നാലേ നമ്മൾ അറിയുള്ളൂ. ഇപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബാല്യം, യൗവനം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ അറിയണമെങ്കിൽ മാറ്റമില്ലാതിരുന്ന, എല്ലാ അവസ്ഥയിലും മാറ്റമില്ലാതിരുന്ന എന്തോന്ന് നമ്മളിലുണ്ട്. ഇത് നമ്മളെ നിത്യാനുഭവത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ആ മാറ്റമില്ലാത്തത് എന്താണ്? അതിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിനന്വേഷിക്കുമ്പോഴാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അതിക്രമിച്ചിട്ടുള്ള അറിവ്, അതിനപ്പുറമുള്ള അറിവ് എന്താണോ അതാണ് നേടാൻ ശ്രമിക്കേണ്ടത്. അത് അനുഭവമാണ്. അത് പുസ്തകത്തിൽ വായിക്കുന്ന അറിവ് പോലെയല്ല. ഇപ്പം നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ ഞാൻ ഉണ്ട് എന്നൊരനുഭവം നമുക്കുണ്ട്. ഞാൻ ഉണ്ട് എന്ന അനുഭവം ഉണ്ടെങ്കിലേ എൻ്റേതായൊരു ലോകം നമുക്കുണ്ടാവുന്നുള്ളൂ. അപ്പം ഞാനുണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് പേപ്പർ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ബുക്ക് എടുത്ത് നോക്കുക, ഞാനുണ്ടോ, ലക്ഷണങ്ങളുണ്ടോ, പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഏത് ഇരുട്ടത്ത് പോയാലും ഞാനുണ്ട്. അതിനാണ് നമ്മൾ അങ്ങനത്തെ അറിവ്, അനുഭൂതി, ഇല്ലേ, അനുഭവത്തിലറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ എന്ന അനുഭവം എന്താണ് എന്ന തലത്തിലേക്ക് നമ്മൾ അറിയണമെങ്കിൽ വിഷയങ്ങളിലേക്ക് ഓടുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തണം. അവർ കൊണ്ടുവരുന്ന അറിവ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ ആശ്രയസ്ഥാനം എന്താണ് എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ വിഷയജ്ഞാനത്തിൽ കുടുങ്ങിയാൽ ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതാണ് ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിന് ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആദ്യം ഇത് ഈ കത്തിയുടെ വാൾത്തലയുടെ വക്കിലൂടെ, മൂർച്ചയുള്ള തലത്തിലൂടെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞത്. ഏത് നിമിഷവും വഴി തെറ്റിപ്പോവാം, അപകടങ്ങൾ സംഭവിക്കാം. ഇനി ഓരോ വിഷയത്തിൻ്റെ അറിവ് നമ്മൾ എടുത്തു നോക്കിയാലും അതൊക്കെ ഭയം ജനിപ്പിക്കുന്നതാണ്. നമുക്കത് നഷ്ടപ്പെടുമോ, നമ്മൾ കുറേയൊക്കെ ആസ്വദിക്കും, പിന്നെ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. എല്ലാ വിഷയാനുഭവങ്ങളും മൃത്യുഭയത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നചികേതസിന് എന്തെല്ലാം പ്രലോഭനങ്ങളാണ് കൊടുത്തത്, അതൊക്കെ വേണ്ട പറഞ്ഞു. നചികേതസ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവില്ലേ, എന്തൊക്കെ കിട്ടിയാലും ഇല്ലാണ്ടാവില്ലേ, അപ്പോൾ എനിക്കത് വേണ്ട. അപ്പോൾ ഇല്ലാണ്ടാവുന്ന അനുഭവങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് വേണ്ടത് എപ്പോഴും ഉള്ളത് എന്താണോ അതിനെ നേടാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമൃതത്വത്തിലേക്ക് എത്തണം. അവിനാശിയായിരിക്കുന്ന ബ്രഹ്മത്വത്തിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് സാധന നിരന്തരമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് വളരെ എളുപ്പമാണ്. ഈശ്വരാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ അന്തര്യാമി എന്ന് പറയാം. നമ്മളുടെ സകല കർമ്മങ്ങൾക്കും ചേഷ്ടകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യം എന്താണോ അതാണ് ബ്രഹ്മം. അതിന് നമ്മൾ മനസ്സിലാക്കാൻ ഭാവത്തിൽ ജീവൻ ജീവൻ എന്ന് പറയും. അപ്പോൾ ഓരോ ജീവനും ഉണ്ടോ എന്നൊരു സംശയം വരും. അതില്ല. കാരണം ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ രാമായണത്തിൻ്റെ കാലമൊക്കെ ഇപ്പം കഴിഞ്ഞു. ഇന്ന് മുതൽ ഇപ്പോൾ രാമായണമില്ല. എന്നാലും രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ ജീവനും പരമാത്മാവും ഒന്ന് തന്നെയാണ്. പരമാത്മാവിൻ്റെ പര്യായമാണ് ജീവൻ എന്ന് പറയുന്നുണ്ട്. രാമായണം വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം. എന്ന് പറഞ്ഞാൽ ജീവൻ സെപ്പറേറ്റ് ഇല്ല, പരമാത്മാവ് ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏകത്വം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അന്യമായിട്ട് ജീവൻ വേറെയില്ല. ജീവനായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് പരമാത്മാവിനെ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനവനിൽ തന്നെയാണ്. ഇത് നമ്മളെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. കാരണം ഈ മൃത്യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരോ ഒരാൾ മരിച്ചുപോയി, ശരീരത്തിൻ്റെ ഉള്ളിലൊരു ജീവൻ ഉണ്ടായിരുന്നു, അതെങ്ങോട്ടൊക്കെ ഉയർന്നു പോയി, ഏതൊക്കെയോ ലോകത്തു കൂടെ പോയി, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ അജ്ഞാനികളുടെ തലമാണ്. ജനന മരണങ്ങളും ദേഹവും അജ്ഞാനികളുടെ തലമാണെന്ന് ആദ്യമേ പറഞ്ഞു. നമ്മൾ ജ്ഞാനികളുടെ തലത്തിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അജ്ഞാനികളുടെ തലത്തിൽ നിന്ന് വിടണം ആദ്യം, എന്നാലേ ജ്ഞാനികളുടെ തലത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ബ്രഹ്മതത്വത്തെ അറിയാൻ ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കാനുള്ള ദേഹം എന്നുള്ളത് തൽക്കാലം വന്നു നിന്നു പോകാനുള്ളത് മാത്രമാണ്. അത് ആത്മാവിലാണ്, ദേഹത്തിലല്ല ആത്മാവ്, ആത്മാവിലാണ് ദേഹം വന്നു നിന്നു പോകുന്നത്. ഇതാദ്യം മനസ്സിലാക്കി വെക്കണം.
എന്നാലേ നമുക്ക് ബ്രഹ്മത്തിലേക്കുള്ള യാത്ര മുഴുവനാവുള്ളൂ. സംസാരത്തിൽ നിന്ന് മാറണം, ബ്രഹ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയാനുഭവങ്ങൾ വരുമ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ടെന്നും ഇതിനൊക്കെ ഒരു സാക്ഷിയുണ്ടെന്നും ആ സാക്ഷിയാണ് ഞാൻ. അനുഭവങ്ങളൊക്കെ വന്നു നിന്നു പോകാനുള്ളതാണ്, സാക്ഷിക്ക് മാറ്റമില്ല. ഇതൊക്കെ എപ്പോഴും ഓർമ്മിക്കണം. ഇതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇനി ഈ ബ്രഹ്മത്തിൽ തന്നെയാണ് ലോകങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞത്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു ലോകം ഉണ്ടാവില്ല. അപ്പോൾ ബ്രഹ്മത്തിൽ തന്നെയാണ് ലോകം അനുഭവപ്പെടുന്നത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ ആ അനുഭവം, ഇനി അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധതലത്തിൽ വിഷയങ്ങൾ ഘനീഭവിക്കുന്നതിൽ നമ്മളുടെ ചിന്തകൾ ഘനീഭവിക്കുന്നതാണ് അനുഭവം. അതെങ്ങനെ നമ്മൾ അറിയുന്നത്? നാമം, രൂപം, വ്യവഹാരം, ഈ വിധത്തിലാണ് അനുഭവങ്ങളുള്ളത്. അപ്പം നമ്മളുടെ ഓരോ അനുഭവത്തിനും ഇതിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ ശേഷിക്കുന്നത് അത് ബ്രഹ്മം. ഓരോ അനുഭവം വരുമ്പോൾ അതിന്ന് നാമം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, നാമവും രൂപവും ഉള്ളതിനെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അതൊക്കെ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കില്ലെങ്കിൽ മാറ്റുക, ലയിപ്പിക്കുക. വ്യവഹാരം, അതിൻ്റെ ചലനങ്ങളും നമ്മളുടെ ചിന്തകളൊക്കെ. അപ്പോൾ എന്തു ബാക്കി വരുന്നു? അത് ബ്രഹ്മം. ഇങ്ങനെയാണ് തത്വം പറയുന്നത്. ഇതൊക്കെ ധ്യാനത്തിൻ്റെ മാർഗങ്ങളാണ്. ഓരോ അനുഭവം വരുമ്പം നമുക്ക് ആലോചിക്കാനുള്ള, ഈ അനുഭവം എപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്? ജാഗ്രത അവസ്ഥയിലാണോ? അതെ. അപ്പോൾ ജാഗ്രത അവസ്ഥയിലുള്ള അനുഭവത്തിനൊക്കെ സ്വപ്നാവസ്ഥയിൽ ഒരു അന്ത്യം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഈ വന്നു നിന്ന് പോകുന്നത് എങ്ങനെയാണ് സത്യമാവുക? അതുകൊണ്ട് അത് സത്യമല്ല. അപ്പോൾ നമ്മൾ മാറും. അതിന് ഇങ്ങനെയാണ് ആധ്യാത്മികമായിട്ടുള്ള വിചാരമാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. പതിനാറാമത്തെ മന്ത്രം നോക്കാം. നചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയതേ. വിവേകിയായ മനുഷ്യൻ യമധർമ്മരാജാവിനാൽ ഉപദേശിക്കപ്പെട്ടതും നചികേതസിനെ സംബന്ധിച്ചുള്ളതും ശാശ്വതവുമായ ഈ ഉപാഖ്യാനത്തെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്താൽ ബ്രഹ്മലോകത്തിൽ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു. ഫലശ്രുതിയാണ് ഈ കാര്യങ്ങൾ. ഇപ്പം യമധർമ്മരാജാവ് നചികേതസിന് ഉപദേശിച്ചിരിക്കുന്ന ഈ ഉപദേശങ്ങളെ വേണ്ട വിധം കേൾക്കണം. വെറുതെ വായിച്ചാൽ പോരാ. വേണ്ട വിധം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നാണ് പറയാം നമ്മൾ. ഈ ചെവി കൊണ്ട് കേൾക്കുമ്പോഴൊരു പ്രശ്നം, കുറച്ച് കേൾക്കുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉള്ളിലുണ്ടാവും. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഡയലോഗ് പറയാൻ തുടങ്ങും. അതങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ, ഇത് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, അവിടെ ഇതിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ ഉണ്ടാവുക? ബാക്കി പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ ഹൃദയം കൊണ്ട് കേൾക്കണം, പൂർണ്ണമായിട്ട് കേൾക്കണം നമ്മൾ. എന്നിട്ട് കേട്ടതിനെ മനനം ചെയ്യണം. എന്താണ് കേട്ടത്? എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? അപ്പോഴേ ആ തത്വം തെളിഞ്ഞു വരുള്ളൂ. അങ്ങനെ മനസ്സിലായ കാര്യത്തിന് ജീവിതത്തിൽ പകർത്താൻ തുടങ്ങണം, പ്രയോജനപ്പെടുത്താൻ തുടങ്ങണം. അപ്പോഴേ തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, പല പല ഈശ്വര രൂപങ്ങളുണ്ട്. പക്ഷേ തത്വത്തിൽ എല്ലാ ഈശ്വര രൂപവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഗണപതിയും ഭഗവതിയും തമ്മിൽ വ്യത്യാസമില്ല, ഭഗവതിയും അയ്യപ്പസ്വാമിയും തമ്മിൽ വ്യത്യാസമില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ വീണ്ടും അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. എങ്കിൽ ഈ മനസ്സിലായതിനെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയില്ല. അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് അമ്പലത്തിലെ നിയമങ്ങളൊക്കെ പാലിക്കാം, അതിന് തെറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ അറിവ് വെച്ചുകൊണ്ട് വേണം പാലിക്കാൻ. പരമാത്മാവിൻ്റെ ഗണപതി രൂപം, പരമാത്മാവിൻ്റെ ഭഗവതി രൂപം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ഫാൻസി ഡ്രസ് ഇട്ട് നിൽക്കുന്ന പോലെ. ഇത് നമുക്ക് മനസ്സിലൊരിക്കലും ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ വക കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും. ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കി എന്തൊക്കെ കാണുന്നുണ്ട്? മരവും കല്ലും മണ്ണും വെള്ളവും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ ദൈവം തന്നെ. തത്വത്തിൽ മനസ്സിലാക്കിയ ഇതിനെ കാണുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ഈ ജലം എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ വിഗ്രഹമാകുന്നു. ജലത്തിന് നമുക്ക് ആരാധിക്കാം. അഗ്നി കാണുമ്പോൾ അഗ്നി പരമാത്മാവിൻ്റെ വിഗ്രഹമാകുന്നു, അഗ്നിയെ ആരാധിക്കാം.
മരം പരമാത്മാവിൻ്റെ വിഗ്രഹമാകുന്നു, മരത്തിനെ ആരാധിക്കാം. അപ്പോൾ നമ്മൾ കല്ലിനെ ആരാധിക്കുന്നവരല്ലേ മരത്തിനെ ആരാധിക്കുന്നവരല്ലേ എന്ന് അറിവില്ലാത്തവർ പറയുമ്പോഴും ഇതിലൂടെ മരത്തിനെ ആരാധിക്കുമ്പോൾ മരത്തിലൂടെ പരമാത്മാവിനെ കാണുന്നവൻ യഥാർത്ഥ ഭക്തനാണ്. അവൻ ആ ഭക്തിയാണ് കാണിക്കുന്നത് അവിടെ. ഇതിനെയാണ് നമ്മൾ ജീവിതത്തിൽ, തത്വത്തിനെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ശീലിച്ചിട്ടില്ലാത്തത് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വഴിക്ക് വരാൻ. പക്ഷേ ഇത് കുറച്ച് വന്നു കഴിഞ്ഞാലോ പിന്നെ ഇതിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഒരു സ്ഥലത്ത് പോയാലും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ യമരാജാവ് പറഞ്ഞ ഉപദേശം അനുസരിച്ച് വിഷയങ്ങളിൽ നിന്നൊക്കെ ഇന്ദ്രിയങ്ങളെ മാറ്റി ആത്മാവിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സാധകൻ ബ്രഹ്മലോകത്തിലേക്ക് എത്തും, ബ്രഹ്മത്തിൽ പ്രതിഷ്ഠ നേടാനുള്ള അധികാരിയായിട്ട് മാറും എന്ന് പറയുന്നു. ഉപനിഷത്ത് പഠനത്തിൻ്റെ ലക്ഷ്യം മൃത്യുവിനെ അതിജീവിക്കാനാണ്. ഇവിടെ മൃത്യുദേവത തന്നെയാണ് മൃത്യുവിനെ ജയിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അനുഭവങ്ങൾ മാറി അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മാറ്റി ആത്മബോധത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. അതുതന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തിയറി മാത്രമല്ല, ഇത് പ്രാക്ടിക്കലി പോസിബിളാണ്. ഹൈന്ദവ ശാസ്ത്രത്തിലെ എല്ലാ നിയമങ്ങളും എല്ലാ തത്വങ്ങളും നമ്മൾ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ നടപ്പിലാക്കി ആ ലക്ഷ്യത്തിൽ എത്താനുള്ളതാണ്. അത് സാധിക്കും, സാധിച്ചവരുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി ഭാവിയിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ശാസ്ത്രമൊക്കെ എല്ലാ കാലത്തേക്കുള്ളതാണ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന സ്വർഗത്തിനെക്കുറിച്ചോ നരകത്തിനെക്കുറിച്ചോ ഒന്നല്ല ഇവിടെ പറയുന്നത്. ജനന മരണങ്ങളില്ലാത്ത തലത്തിനെക്കുറിച്ചാണ് പറയുന്നത്. പുണ്യവും പാപവും നേടുന്നതല്ല, അതിലപ്പുറം നശിച്ചു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നശിക്കാത്തത് എങ്ങനെ നേടാം, അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെന്ത് വേണം? ഈ വക തത്വങ്ങളൊക്കെ ഓർമ്മിച്ച് ആ വഴിക്ക് നീങ്ങണം. മുമ്പ് യമൻ പറഞ്ഞ പോലെ ഈ രഥത്തിനെ വേണ്ട വിധം നയിക്കാൻ നമ്മൾ പ്രാപ്തി നേടണം, കഴിവ് നേടണം. ദേഹമാകുന്ന രഥത്തിനെ ഈ തത്വം ഇതിപ്പോൾ നമ്മൾ കഠോപനിഷത്തിൽ ഈ തത്വം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ ഒരു പുതിയ പുസ്തകം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഹാപ്പിനെസ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ജോനാഥാൻ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരിക്കുന്നത് അത്. അപ്പോൾ അയാൾ എഴുതുന്ന വളരെ ഫേമസ് ആണ്, ശാസ്ത്രജ്ഞനാണ്. അതിലൊരു ആനയും ആനപ്പാപ്പാനെയും ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. എലിഫന്റ് ആൻഡ് റൈഡർ, മഹൗട്ട്. അപ്പോൾ അങ്ങനെ ആനപ്പാപ്പാനെയും ആനയും വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ ആന അതിൻ്റെ വഴിക്ക് പോകാൻ നോക്കും, ആനപ്പാപ്പാൻ അതിനെ നിയന്ത്രിക്കണം, എന്നാലേ ലക്ഷ്യത്തിലെത്തുള്ളൂ. ആ സെയിം കാര്യം ഇവിടെ രഥവും രഥത്തിലെ യാത്രക്കാരനുമായിട്ട് പറഞ്ഞിരിക്കുന്നു. വേറൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാറും കാറിലെ പാസഞ്ചറും ആയിട്ടാണ്. കാറ് അല്ല പാസഞ്ചർ, രണ്ടും വ്യത്യാസമുണ്ട്. ഈ കാറ് വേണ്ട വിധത്തിൽ ഓടിക്കാത്ത ആളാണ്, അറിയാത്ത ആളാണ് ആ ഡ്രൈവർ എങ്കിൽ കാർ അവിടെ ഇവിടെയും പോയിട്ട് ആക്സിഡൻ്റ് ആവും, പാസഞ്ചർ സ്ഥലത്തെത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ കാറ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേഹം, നമ്മളാണ് അതിലെ പാസഞ്ചർ. അത് ഓടിക്കാൻ വിവേക ബുദ്ധി വേണം, ലക്ഷ്യബോധം വേണം. കാർ എങ്ങനെ ഓടിച്ചു കൊണ്ടുപോകണം എന്നറിയുന്ന ആൾ ഓടിച്ചാലേ കാറ് ലക്ഷ്യത്തിലെത്തുള്ളൂ. പക്ഷെ അവനവൻ കാറായിട്ട് തെറ്റിദ്ധരിച്ചാലോ, ഞാൻ ഈ കാറാണെന്ന് വിചാരിച്ചു പോയാലോ, കാർ ഓരോ കുഴിയിൽ ചെന്ന് ചാടുമ്പോൾ അയ്യോ ഞാൻ കുഴിയിൽ ചാടി, ഞാൻ കറുത്ത കാർ, ഇല്ലെങ്കിൽ ഞാൻ വെളുത്തവൻ, ഇങ്ങനെ നമ്മൾ വിചാരിക്കും. കാറിൻ്റെ പ്രശ്നമൊക്കെ അവനവൻ്റെ പ്രശ്നമായിട്ട് തോന്നും. ഇതാണ് ഇപ്പോൾ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദേഹത്തിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമായി, മനസ്സിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമായി, ഇല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായി. കാരണം അതുമായിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ. പക്ഷെ ഇത് മൂന്നും ഞാനല്ല. ഈ ഒരു ബോധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ബ്രഹ്മനിഷ്ഠയിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ആനയും ആനപ്പാപ്പാനെയും കുറിച്ച് പറഞ്ഞതുപോലെ ഇതിൽ ഈ പുസ്തകത്തിൽ ആനയെ നമ്മൾ വികാരം ആയിട്ടാണ് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസും മറ്റു ലോജിക്കൽ ഇൻ്റലിജൻസുമാണ്. യുക്തി ചിന്തയും വികാര വിചാരങ്ങളുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഇതെല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ആനയും ആനപ്പാപ്പാനും കൂട്ടിയുള്ളൊരു ഏറ്റുമുട്ടൽ. ആനപ്പാപ്പാൻ സ്ട്രോങ് ആണെങ്കിൽ, കഴിവുള്ളവനാണെങ്കിൽ ആനയെ വേണ്ട വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ ആനയ്ക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ആന നീങ്ങില്ല.
എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വേണ്ട സ്ഥലത്ത് അത് വേണം, അതേസമയം അതിനെ യുക്തി കൊണ്ട് നിയന്ത്രിക്കുകയും വേണം. ഇതിപ്പോൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്, ഇത് പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയാണ്. പക്ഷെ അവിടെ അതൊന്നും പറയാൻ പറ്റില്ല. അർജുനൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം ചിലവാകില്ല, അത് ഹിന്ദുവിൻ്റെ പുസ്തകമായി പോകും. പക്ഷെ ആ കണ്ടന്റ് ഇങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് സെല്ലറായി. അമ്മ പറയുന്ന ഉദാഹരണമുണ്ട്. അമ്മ പറയും ബുദ്ധി, തലയും ഹൃദയവും, അങ്ങനെ അമ്മ പറയാം. ബുദ്ധിയും വിചാരങ്ങളും അത് തമ്മിൽ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പം എല്ലായിടത്തും യുക്തിചിന്ത പറ്റില്ല. വെറും യുക്തി മാത്രമാണെങ്കിൽ ഡ്രൈ ആയിപ്പോവും, വെറും വികാരങ്ങൾ മാത്രമാണെങ്കിലും തകർന്നു പോകും. അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർന്ന് ബാലൻസ്ഡ് ആയിട്ട് വേണം പോവാൻ. നമ്മുടെ ഓരോ അനുഭവത്തിന് ആ തലത്തിൽ നിന്നും കൊണ്ട് വേണം നിയന്ത്രിക്കാൻ. ഇതൊക്കെയാണ് ഒരു സാധകൻ്റെ ലക്ഷ്യം. ഒരു ടൈലറൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം അമ്മ. ടൈലറുടെ കയ്യിൽ കത്രികയുണ്ട്, സൂചിയും നൂലും ഉണ്ടെന്ന്. അപ്പം കത്രിക കൊണ്ട് മുറിക്കാനും പറ്റണം, സൂചിയും നൂലും കൊണ്ട് ചേർത്ത് കെട്ടാനും പറ്റണം. അപ്പോഴൊരു സാധകൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയും വിചാരങ്ങളെയും ചേർത്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രത്തിലും. ഈ ഒരു തത്വത്തിന് നമ്മൾ ഓർമ്മിക്കുക. ദേഹം രഥമായിട്ടും ഞാനതിലെ സഞ്ചാരിയായിട്ടും വിവേകബുദ്ധിയെ തേരാളിയായിട്ടും വെച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതം ബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കണം എന്ന് ഓർമ്മിക്കണം. അങ്ങനെ നീങ്ങുന്ന ഒരാൾ എന്തായാലും ആ തലത്തിലേക്ക് എത്തിച്ചേരും. ഇത് ഗ്യാരണ്ടിയാണ്. ഇതാണ് 16ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു വന്നിരിക്കുന്നത്. അവർ മൃത്യുവിനെ ജയിക്കും, അമൃതസ്വരൂപന്മാരായിട്ട് മാറുന്നതാണ്. മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ദേഹം മരിക്കില്ല എന്നല്ല പറഞ്ഞത്. ദേഹം എന്നുള്ളതിന് അപ്പുറം ആത്മാവ് എന്ന തലത്തിലേക്ക് എത്തും. ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തും എന്നാണ് മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാവിധി ശ്രവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ കേട്ടാൽ പോരാ, വേണ്ട പോലെ. നമ്മൾ പല കഥയിൽ ഇപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഇന്ന കഥ വായിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറും, ഇന്ന കഥ വായിച്ചു കഴിഞ്ഞാൽ ദുഃഖം മാറും എന്നൊക്കെ. അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടും ദുഃഖവും ദാരിദ്ര്യമൊക്കെ ഉള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു ലക്ഷ്യാർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള തലത്തിനിൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന തലങ്ങളെയൊക്കെ അതിക്രമിക്കുക എന്നാണ് പറയുക. അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അല്ല ഞാൻ കഠോപനിഷത്ത് പഠിച്ചു കഴിഞ്ഞു, എനിക്ക് മരണമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേഹം ഉണ്ടായോ, ദേഹത്തിന് ഒരു തിരിച്ചുപോക്കുണ്ട്. പക്ഷേ ദേഹവുമായിട്ട് ചേർന്നിരിക്കുന്ന ആത്മാവിന്, നമ്മളുടെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സാങ്കേതിക പദത്ത് പറഞ്ഞാൽ ജീവന് അതുമായിട്ടുള്ള താതാത്മ്യം മാറിയിട്ട് ആത്മാവുമായിട്ടുള്ള താതാത്മ്യം വരും. അതാണ് ലക്ഷ്യം. യൈമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മ സംസദി പ്രേതശ്രാദ്ധകാലേവ തദാനന്ദ്യായ കൽപ്പതേ തദാനന്ദ്യായ കൽപ്പത ഇതി. 17ാമത്തെ മന്ത്രം. ശ്രേഷ്ഠവും നിഗൂഢവുമായ ഈ പ്രകരണത്തെ ആർ പരിശുദ്ധനായി ബ്രഹ്മജിജ്ഞാസുക്കളുടെ സദസ്സിലോ അല്ലെങ്കിൽ പിതൃകർമാവസരത്തിലോ കേൾക്കുന്നത്, ആ കേൾക്കൽ ആനന്ദാനുഭൂതിക്കായിക്കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു. ഈ തത്വത്തിന് എവിടെയൊക്കെ ബ്രഹ്മജിജ്ഞാസുകളുടെ ഇടയിൽ ഇത് കേൾക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അത് തന്നെ ആ ബ്രഹ്മജിജ്ഞാസുക്കൾ, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ, അത് ടൈം പാസിന് പഠിക്കുന്നവരല്ല, ലക്ഷ്യത്തോടു കൂടി ഇത് പഠിക്കുന്നവരുമായിട്ട് ഇത് ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ എപ്പോൾ വേണം? പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ. ബ്രഹ്മജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞത് എവിടെയൊക്കെ വേണമെന്നുള്ള. പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ നചികേതോപാഖ്യാനം പഠിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ കർക്കിടക മാസത്തിൽ ബലിയിടാൻ പോയവരാരെങ്കിലും അവിടെ നിന്നിട്ട് നചികേതൻ്റെ കഥ വായിച്ചെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു കാര്യം നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഉപനിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? പിതൃകർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു തരുന്നത് ഈ ഉപാഖ്യാനമാണ്. മരണമില്ലാത്തവരാണ് നമ്മൾ. ദേഹത്തിന് മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. ഇത് ഓർമ്മിക്കാൻ ഏറ്റവും നല്ല സമയം പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പം തന്നെയാണ്. മരിച്ചവരെ കുറിച്ചാണ് നമ്മളെ ചിന്ത മുഴുവൻ. അപ്പം എന്താണ് മരിച്ചത്? ദേഹം. മരിക്കാത്തത് എന്താണ്? ആത്മാവ്.
ഈ തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ എളുപ്പമുണ്ട്. അത് മരിച്ചു പോയവരെക്കുറിച്ച് മാത്രമല്ല, അവനവനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ. ദേഹം വേറെ, ദേഹത്തിലിരിക്കുന്ന ഞാൻ വേറെ. ഈ തലത്തിൽ ചിന്തിക്കാൻ ഏറ്റവും നല്ലത് പിതൃകർമ്മ അവസരങ്ങളാണ്. അപ്പം പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ഇങ്ങനെ നമ്മളെ ക്ലാസ്സിൽ തന്നെ ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ചെയ്യേണ്ടതല്ലേ? ആചാരങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ആചാരങ്ങൾ ചെയ്യുന്നത് തത്വം അറിഞ്ഞുകൊണ്ടായിരിക്കണം. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം, നമുക്ക് അവരോടുള്ള ബഹുമാനം കാണിക്കാൻ, ആദരവ്, അവർ നല്ല സ്ഥലത്ത് എത്തിച്ചേരട്ടെ, അത് അജ്ഞാനികളുടെ തലമാണ്, മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷേ ആ തലത്തിലിരിക്കുമ്പോൾ, നമ്മളൊക്കെ ദേഹബോധത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, മുന്നോട്ട് നീങ്ങാൻ, ധാർമ്മികമായിട്ട് ജീവിക്കാൻ ഈ ചിന്തകളൊക്കെ നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ ചിന്തിക്കേണ്ടത്? ദേഹം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ആത്മാവ് പലതില്ല, ഏകമാണ്. അതുകൊണ്ട് വേറെ വേറെ ജീവനില്ല. ഞാൻ അതിൻ്റെ അംശമാണ്, അതുകൊണ്ട് ഞാൻ ആത്മാവ് തന്നെയാണ്, ഞാൻ ആനന്ദ സ്വരൂപമാണ്. ഇതാണ് എപ്പോഴും ഓർമ്മിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഈ അവസരങ്ങളിലൊക്കെ അത് ഓർമ്മിച്ചോളാൻ പറഞ്ഞത്. അപ്പോൾ ആത്മജ്ഞാനികൾ, ബ്രഹ്മജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലെത്താൻ താല്പര്യമുള്ളവരും, പിന്നെ ഈ ജനന മരണങ്ങളെക്കുറിച്ച് ചിന്തകൾ വരുമ്പോഴും ഈ സമയത്തൊക്കെ ഈ നചികേത ഉപാഖ്യാനം, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ആ തത്വം അനുസരിച്ച് ജീവിക്കുന്ന ആൾ ബ്രഹ്മനിഷ്ഠനായിട്ട് മാറും. അതാണ് ലക്ഷ്യം. നചികേതസിൻ്റെ ചോദ്യം മരണത്തിന് ശേഷം എന്തു സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ യമൻ പറയുന്ന മരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി മുന്നോട്ട് മരണത്തിന് ശേഷം, നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ മരണത്തിന് ശേഷം എന്തു സംഭവിക്കും എന്നുള്ളത് പറയുകയില്ലേ, അത് നോക്കാം. 17ാമത്തെ മന്ത്രത്തോടു കൂടി 1-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വല്ലിയും കഴിഞ്ഞു. ഇനി 2-ാം അധ്യായം തുടങ്ങി. എന്ന് പറഞ്ഞാൽ കഠോപനിഷത്ത് പകുതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് വീണ്ടും 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 ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. 2-ാം അധ്യായം തുടങ്ങാം. 2-ാം അധ്യായം ആദ്യത്തെ വല്ലി, പ്രഥമ വല്ലി. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മനം മൈഷത്തെ ആവൃത്തചക്ഷുരമൃതത്വമിച്ഛൻ. സ്വയംഭൂ ഇവിടെ ബ്രഹ്മാവ് അല്ലെങ്കിൽ ജീവാത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മദേവൻ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നിൽ നിന്ന് അന്യങ്ങളായ വസ്തുക്കളെ മാത്രം കാണുന്നു. താനാകുന്ന അന്തരാത്മാവിനെ കാണുന്നില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കത്തക്ക ധൈര്യമുള്ള ആരാണോ അവൻ അമൃതത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അന്തർവൃത്തികളും ആത്മാഭിമുഖങ്ങളുമാക്കിയിട്ട് അന്തരാത്മാവിനെ കണ്ടെത്തുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ, ഇപ്പം നമ്മൾ കണ്ടു, ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളുടെ അന്തരാത്മാവ് തന്നെയാണ്, അവനവനിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളാരും അതിന് ശ്രമിക്കുന്നില്ല. പൊതുവേ മനുഷ്യന്മാരാരും ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? പ്രകൃതിയാൽ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഗതി പുറത്തേക്കാണ്, ബഹിർമുഖങ്ങളാണ്. സൃഷ്ടി തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലേക്ക് ഓടുന്ന വിധത്തിലാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലാണ് ഇന്ദ്രിയങ്ങളുള്ളത്. നമ്മളെപ്പോഴാണ് കാണുക? അന്തരാത്മാവിലേക്ക് നോക്കുമ്പോഴേ കാണുള്ളൂ. പക്ഷെ അതിന് ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടല്ല, അതിൻ്റെ ഗതി പുറത്തേക്കാണ്. അതുകൊണ്ടാണ് അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ വളരെ നിർബന്ധപൂർവം ബലമായി ഒക്കെ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ കുതിരയുടെ ഉദാഹരണം പറയാം, രഥത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ 5 കുതിരകളും 5 വഴിക്ക് വലിച്ചുകൊണ്ടിരിക്കണം. അതിനെ തിരിച്ച് കൺട്രോൾ ചെയ്ത് ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമം വേണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചിലരൊക്കെ, ഇവിടെ ധീരൻ എന്ന വാക്കാ, കശ്ചിത് ധീര, അങ്ങനെയുള്ള ആരെങ്കിലും ധീരന്മാർ. എന്താ ധീരൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്?
ഇന്ദ്രിയ നിയന്ത്രണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അന്തർമുഖമാക്കുന്നവരെ ധീരന്മാർ എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കുന്നവരല്ല ധീരന്മാർ. ഇന്ദ്രിയ നിയന്ത്രണം നടക്കണമെങ്കിൽ മനോനിയന്ത്രണം വേണം. അപ്പോൾ മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും ഉള്ളവരാണ് ധീരന്മാർ. ധീരന്മാർക്ക് മാത്രമേ ആധ്യാത്മിക സാധനയിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധന മുന്നേറണമെങ്കിൽ ആദ്യം ധീരനാവണം. ധീരനാവണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം വേണം. അധികാരിയായിട്ട് മാറുക പറയും. അപ്പോൾ തുടക്കത്തിൽ ഇതൊക്കെയാണ് വേണ്ടത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വ്രതാനുഷ്ഠാനങ്ങൾ പറയുന്നത്. ഓരോ വ്രതം എടുക്കാൻ പറയും, നിരാഹാരം എടുക്കാൻ പറയും. ഇതൊക്കെ ഈ ആധ്യാത്മിക സാധനയ്ക്കുള്ള ശക്തി നേടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് ഒരു ദൈവവും സന്തോഷിക്കില്ല. പക്ഷേ നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാൻ, രുചിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ശക്തി നമുക്ക് കിട്ടും. മനസ്സിനെ അന്തർമുഖമാക്കാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം. അല്ലാതെ എല്ലാവരും പട്ടിണിയാണ്, ശിവരാത്രിക്ക് കുറേ ഉറക്കൊഴിഞ്ഞു, അല്ലെങ്കിൽ ഏകാദശിയാണെന്ന് ഒരിക്കലാണ്, ഇന്ന് ഉപവാസമാണ് ഒക്കെ. ഇതൊക്കെ ചെയ്യണത് നല്ലതാണ്. അതിനായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കിടന്നതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല. അങ്ങനെ നമ്മൾ മനോനിയന്ത്രണമായി കഴിയുമ്പോൾ ആ നിയന്ത്രിക്കപ്പെട്ട മനസ്സിന് ലക്ഷ്യത്തിലേക്ക് നയിക്കണം. അപ്പോഴേ ഇതൊക്കെ സാധ്യമാവുന്നുള്ളൂ. ഇവിടെ വലിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. നാച്ചുറലായിട്ട് പ്രകൃതിയാൽ നോക്കുമ്പോൾ നമ്മൾ വിഷയങ്ങളിലേക്ക് ഓടി പോകുന്നവരാണെങ്കിലും അതിനെ നിയന്ത്രിച്ച് അന്തർമുഖമാക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യനുണ്ട്. ആ കഴിവ് നേടിയെടുത്ത് ആ ലക്ഷ്യത്തിലെത്തണം എന്ന് ഒന്നാമത്തെ മന്ത്രം നമുക്ക് പറഞ്ഞു തന്നിരിക്കണം. അതുകൊണ്ട് മാത്രമേ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്, ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന ലക്ഷ്യത്തിലേക്ക് അപ്പോൾ മാത്രമേ നമ്മൾ എത്തുന്നുള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മളെ അറിയാൻ പറ്റാത്തത്? അതാണ്. കാരണം ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അവനവനെ അറിയാൻ ശക്തരല്ല. തന്നിൽ നിന്ന് അന്യമായതിനെ അറിയാൻ മാത്രമേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അവനവനെ അറിയാൻ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് പ്രത്യേക ബുദ്ധി വേണം. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. രണ്ടാമത്തെ മന്ത്രം നോക്കാം. 2-ാം അധ്യായം പ്രഥമ വല്ലി 2-ാമത്തെ മന്ത്രം. പരാചകാമാൻ അനുയന്തി ബാലാഃ തേ മൃത്യോരന്തി വിദതസ്യ പാശം അധ ധീരാ അമൃതത്വം വിദിത്വാ ധ്രുവമധ്രുവേഷു ന പ്രാർത്ഥയന്തേ. മന്ദബുദ്ധികൾ, ബാല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വേണ്ട വിധം ബുദ്ധി വികസിച്ചിട്ടില്ലാത്തവർ, മന്ദബുദ്ധികൾ തന്നിൽ നിന്ന് അന്യങ്ങളായ വിഷയഭോഗങ്ങളെ അനുധാവനം ചെയ്യുന്നു. മൃത്യുവിൻ്റെ വിസ്തൃതവും വിടർത്തിയതുമായ കുടുക്കിനെ പ്രാപിക്കുന്നു, പാശത്തെ പ്രാപിക്കുന്നു. എന്നാൽ ധീരന്മാർ, വിവേകികളായ ധീരന്മാർ സത്യമായ അമൃതത്വത്തെ അറിഞ്ഞിട്ട് ഇവിടെയുള്ള നശ്വരങ്ങളായ വിഷയഭോഗങ്ങളിൽ ആഗ്രഹത്തെ വളർത്തുന്നില്ല. ആദ്യം പറഞ്ഞ മന്ത്രത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ആദ്യം ധീരന്മാരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവരെ മന്ദബുദ്ധികൾ എന്നാണ് പറഞ്ഞത്. ബുദ്ധി വേണ്ട വിധം വികസിക്കാത്തവർ, അടിച്ചു പൊളിച്ച് നടക്കുന്നവർ, അസുരന്മാർ. അസുരന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ലോകത്ത് വിഹരിക്കുന്നവരാണ് അസുരന്മാരെന്ന് പറയാം. കാരണം എന്താണ്? ഇങ്ങനെ വിഷയഭോഗങ്ങളെ അനുഭവിച്ച് കഴിയുന്നവർ ഒരിക്കലും മൃത്യുവിൻ്റെ പാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അവരതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇവിടെ വിഷയചിന്ത അല്ലെങ്കിൽ വിഷയതൃഷ്ണ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിവേകമില്ലാത്തത് കൊണ്ടാണ്. വിവേകം, നമ്മളെപ്പോഴും ആ ചിത്രം ഓർമ്മിക്കണം. വിവേകബുദ്ധി, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ചിത്രം, അതില്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കും വിഷയങ്ങളിലേക്ക്. അതൊക്കെ അവനവനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ വിഷയതൃഷ്ണ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വിവേകബുദ്ധി വേണം. രണ്ട് കാര്യമുള്ളൂ. ഒരു വ്യക്തിയെ ധീരനും മന്ദബുദ്ധിയുമാക്കുന്നത് എന്താണ്? അവൻ്റെ വിവേകബുദ്ധിയാണ്. ഇതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഉള്ളത്. വിവേകബുദ്ധി ഉണ്ടോ, അതിനെ അവൻ പ്രയോഗിക്കുന്നുണ്ടോ, അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ
അവൻ ധീരനാവാം. ധീരനായിക്കഴിഞ്ഞാൽ ബ്രഹ്മപദത്തിലേക്ക് എത്താം. ഈ വിവേകബുദ്ധിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലയോ, അവൻ മന്ദബുദ്ധിയായി വീണ്ടും മൃത്യുവിൻ്റെ വായിലേക്കാണ് ചെന്ന് വീഴുന്നത്. സംസാര ദുഃഖത്തിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പം ശരിക്കും എന്ത് വേണം? ധർമ്മനിഷ്ഠമായിട്ട് ജീവിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ആചാര്യന്മാരെ സമീപിക്കണം, ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കണം. ആ ജ്ഞാനത്തിൽ ഉറച്ചുകൊണ്ട്, ശാസ്ത്രബോധത്തിൽ ഉറച്ചുകൊണ്ട് വേണം മുന്നോട്ട് ജീവിക്കാൻ. അപ്പോഴേ മൃത്യുവിൻ്റെ പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഒരു തലം ഉണ്ട്, അമൃതത്വം പ്രാപിക്കാൻ സാധിക്കും എന്നറിയുന്നവർ, ധീരന്മാർ അതിനെ ആ തലത്തിലേക്ക് എത്താനായി ശ്രമിക്കുന്നു, അവിടെ എത്തിച്ചേരുന്നു. അവരൊരിക്കലും വിഷയഭോഗങ്ങളിലേക്ക് അവരുടെ മനസ്സ് പോവില്ല. അങ്ങനൊരു ആഗ്രഹം മനസ്സിൽ ഉയർന്നാൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ എത്രയൊക്കെ വേണ്ട എന്ന് വിചാരിച്ചാലും മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരും, വേണ്ടതും വേണ്ടാത്തതുമായിട്ട്. അതിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഉള്ളിൽ കർമ്മവാസനകൾ ഉള്ളതിനനുസരിച്ച് ജീവിതത്തിൽ പല ചിന്തകളും വരും. പക്ഷേ ഈ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോയാൽ കുടുങ്ങി. ഓരോ ചിന്തയും മനസ്സിൽ ഉയർന്നു വരുമ്പോൾ ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ധർമ്മമാണോ അധർമ്മമാണോ, വിഹിതമാണോ അവിഹിതമാണോ, ഇതിനെല്ലാം നിത്യാനിത്യ വിവേകം, ആത്മാനാത്മവിവേകം, ഇതിലൂടെ പരിശോധിച്ചിട്ട് വേണ്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ വേറെ വഴിക്ക് പറഞ്ഞു വിടുക. അതുമായിട്ട് ചേർന്ന് നിൽക്കരുത്. എപ്പോഴും ഒരു ചിന്തയോട് നമ്മൾ ചേർന്നാലേ ആ ചിന്തയ്ക്ക് ബലം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ചിന്ത വന്ന പോലെ അങ്ങോട്ട് പോകും. എല്ലാ അനുഭവം നോക്കിയാൽ ഇപ്പോൾ ഒരു ദുഃഖാനുഭവത്തിൻ്റെ ഒരു ഓർമ്മ വന്നു, നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടല്ലോ, വന്നു നിന്നു പോയി, അതിനെ കണ്ട് വിട്ടു. അതേസമയം അയ്യോ, നമ്മൾ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ചിന്ത നമ്മളെയും കൊണ്ടുപോകും, ഓരോ വഴിക്ക് പോകും. മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഡിപ്രഷൻ ഇങ്ങനെ ഇല്ലെങ്കിൽ നിരാശ ഇതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നം ഇതാണ്. അവരുടെ മനസ്സിലൊരു ചിന്ത വന്നു, ഇല്ലെങ്കിൽ ഒരു ഭയം വന്നു, ഒരു ആശങ്ക വന്നു, അവരതുമായിട്ടാണ്ട് ചേർന്ന് നിൽക്കും. അതിനോട് ചേർന്നോടുകൂടി അതിന് ബലം കൂടി. ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുന്ന ഈ ഒരു ഭയം കൊണ്ടാണ്. എന്താവും എന്നൊരു ചിന്ത. വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കാം. അതല്ല, ഭയം കൊണ്ട് മാത്രം വിവാഹം മുടങ്ങിപ്പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിന് ആ പ്രശ്നമുണ്ടല്ലോ. ഇനി അതിലിടയ്ക്ക് ഈ ജാതകം നോക്കൽ പോലുള്ള ഓരോ പരിപാടിയും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഇതായി. 7 ചൊവ്വയുണ്ട്, 8 രാഹുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയം കൂടി. ഇതൊക്കെ വെറും ചിന്തകൾ മാത്രമാണ്. ഇതിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മനസ്സിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് പൊന്തി വരും. സാക്ഷിഭാവത്തിൽ കാണുക, അതിനെ ഒഴിവാക്കുക. നല്ലത് മാത്രം കയ്യിൽ വെക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കുക. ഈ ചിന്തകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളൊന്ന് ജപിക്കുന്നതാണ്. ഇപ്പോൾ ജപിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്താണെങ്കിൽ ഈശ്വരൻ്റെ കഥകൾ കേൾക്കാം, ഭജനകൾ കേൾക്കാം, സത്സംഗം കേൾക്കാം. കുറേയൊക്കെ മനസ്സിലാവും, കുറേയൊന്നും മനസ്സിലാവില്ല. എന്നാലും അനാവശ്യമായുള്ള ചിന്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇത് സാധിക്കും. അപ്പം അങ്ങനെ ചിന്തകൾക്ക് ബലം കുറഞ്ഞു വരുമ്പോൾ നല്ല നല്ല ചിന്തകൾക്ക് ബലം കൂടി വരും. ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരത്തിന് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഈശ്വര സ്മരണ വേണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മനസ്സിൻ്റെ വഴിക്ക് കൊണ്ടുപോകും. കാരണം മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതേ അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി പരമാത്മാവിനെ അറിയാൻ, അനുഭവത്തിൽ നിന്ന് പരമാത്മാവിനെ അറിയാനുള്ളൊരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. ഇത് മുമ്പൊന്ന് സൂചിപ്പിച്ചു, ഇവിടെ യമൻ വീണ്ടും പറയണം, നോക്കാം. യേന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാച്ച മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യതേ ഏതദ്വൈതത്. യാതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ഹേതുവായിട്ട് ഭോക്താവായ ജീവൻ രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും ശബ്ദത്തെയും സ്പർശത്തെയും സംയോഗങ്ങളെയും അറിയുന്നുവോ, ഇതു ഹേതുവായിട്ടു തന്നെ ഈ വിഷയത്തിൽ എന്തു ശേഷിക്കുന്നുവോ അതാണ് നീ ചോദിച്ച ആ പരമാത്മാവ്. മുമ്പ് നചികേതസ് യമധർമ്മനോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ കാണുന്ന പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് പരമാത്മാവിൻ്റെ ഗുണഗണങ്ങളും അങ്ങോട്ട് എത്തേണ്ട വിധങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പറയുന്ന ഓരോ അനുഭവത്തിൽ നിന്നും പരമാത്മാവിനെ അറിയാം. എന്ത് വേണം?
അനുഭവത്തിൽ നിന്ന് ഇതൊക്കെ കണ്ട് മാറ്റിയാൽ മതി. രൂപം, രസം, ഗന്ധം, അതായത് ഈ 5 വിഷയങ്ങൾ, സ്പർശം, രൂപം, ഗന്ധം, രസം, പിന്നെന്താ ബാക്കിയുള്ളത്, ശബ്ദം. ഇത്രയും കാര്യങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, വിഷയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ബാക്കിയുണ്ടോ അത് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിൽ വിഷയങ്ങളുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ അനുഭവമായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരമാത്മാവിനെയാണ് കാണുന്നത്, പക്ഷേ നമ്മൾ വിഷയങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിഷയങ്ങൾ എങ്ങോട്ട് മാറ്റണം. അപ്പം പരമാത്മാവ്, ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിഷയങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു സാധനത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സാധനത്തിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം യഥാർത്ഥത്തിൽ ബോധമണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പരമാത്മാവിന് ഓർമ്മ വരും. എങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആത്മചൈതന്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ, കണ്ണ് ആ വസ്തുവിനെ കാണുകയുള്ളൂ. ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു യോഗം പറയുന്നുണ്ട്. വസ്തുവിനെ, വിഷയത്തിന് ഇന്ദ്രിയങ്ങൾക്ക് സമർപ്പിക്കുക, ഇന്ദ്രിയങ്ങളെ മനസ്സിന് സമർപ്പിക്കുക, മനസ്സിനെ ബുദ്ധിക്ക് സമർപ്പിക്കുക, ബുദ്ധിയെ ആത്മാവിന് സമർപ്പിക്കുക. ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ കണ്ണാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ണിന് അവകാശപ്പെട്ട്, കണ്ണത് കാണുന്നുണ്ടെങ്കിൽ, കണ്ണെപ്പോഴാണ് കാണുന്നത്? ഇന്ദ്രിയങ്ങളുടെ ശക്തി ഉണ്ടെങ്കിലേ കണ്ണിന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇന്ദ്രിയ ദേവതകൾക്കുള്ളതാണ്. ഇന്ദ്രിയ ദേവതകൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്? മനസ്സുണ്ടെങ്കിൽ ഇന്ദ്രിയ ദേവതകൾ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിന് അവകാശപ്പെട്ടാണ്. മനസ്സിനെങ്ങനെയാണ് അവകാശപ്പെടുന്നത്? അഹം ചേരുമ്പോഴേ മനസ്സ് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അത് അഹത്തിന് അവകാശപ്പെട്ടാണ്. അപ്പോൾ അഹങ്കാരത്തിന് എങ്ങനെയാണ് അവകാശപ്പെടുക? ചൈതന്യം ഉണ്ടെങ്കിൽ അഹങ്കാരമുള്ളൂ. അതുകൊണ്ട് അത് ചൈതന്യത്തിന് അവകാശപ്പെട്ടാണ്. ഇങ്ങനെ തിരിച്ച് സമർപ്പിക്കുന്ന ഒരു വിധി ഭഗവത്ഗീത പറഞ്ഞു. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു. ഓരോ അനുഭവത്തിൽ നിന്നും ഓരോ വിഷയങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിന് അടിസ്ഥാനമായിട്ടിരിക്കുന്ന ആത്മാവാണ്. ആത്മാവിൽ ഓരോ വിഷയങ്ങൾ പ്രതിഫലിച്ച് കാണുന്നു. അതിനെ ഞാൻ എൻ്റെ അനുഭവമായിട്ട് കാണുന്നു. ഭോക്താവായിരിക്കുന്ന ജീവൻ, ഞാൻ എൻ്റെ അനുഭവമായിട്ട് അതിനെ അനുഭവിക്കുന്നു. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അഹങ്കാരം ചേർന്നു അതിൽ. അപ്പോൾ ഓരോ അനുഭവത്തിൽ നിന്നും വിഷയങ്ങളെ മാറ്റി ഞാനല്ലാത്തത്, ഈ വിധത്തിൽ നമുക്കതിനെ മാറ്റാൻ സാധിക്കണം. അനുഭവങ്ങളെ കാണുന്നുള്ളൂ. അപ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്താണ്? ദേഹമാണ്. ദേഹത്തിനെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഞാനങ്ങനെ കാണുന്നതൊന്നും ഞാനല്ല, ദൃശ്യമൊന്നും ദ്രഷ്ടാവല്ല എന്ന്. ദ്രഷ്ടാവ് എപ്പോഴും തന്നിൽ നിന്ന് അന്യമായതിനെ കാണുള്ളൂ. അപ്പോൾ തന്നിൽ നിന്ന് അന്യമായതൊന്നും ഞാനല്ല, എങ്ങനെ വിചാരിക്കുക? അപ്പോൾ ഓരോ അനുഭവം വരുമ്പം ഇത് ഞാനല്ല, ഞാനതിനെ കാണുന്നുണ്ട്, അപ്പോൾ അത് ഞാനല്ല. ദേഹത്തെ ഞാൻ കാണുന്നു, അതുകൊണ്ട് ഞാനല്ല. മനസ്സ് ചലിക്കുന്നത് ഞാൻ കാണുന്നു, അപ്പോൾ മനസ്സ് ഞാനല്ല. ബുദ്ധിയുടെ തീരുമാനങ്ങൾ ഞാൻ കാണുന്നു, അപ്പോൾ ബുദ്ധി ഞാനല്ല. പിന്നെന്തൊക്കെയുണ്ട്? മനസ്സ് സുഖമായിരിക്കുന്നത് ഞാൻ അറിയുന്നു, മനസ്സ് സന്തോഷിക്കുന്നത് ഞാൻ അറിയുന്നു, അപ്പോൾ അത് ഞാനല്ല. മനസ്സ് ദുഃഖിക്കുന്നത് ഞാൻ അറിയുന്നു, അപ്പോൾ ആ ദുഃഖം ഞാനല്ല, അല്ലെങ്കിൽ എൻ്റേതല്ല. ഇങ്ങനെ നമ്മൾ മാറി മാറി ഇരുന്ന് ചിന്തിക്കണം. അപ്പോൾ ഓരോ അനുഭവത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ഇതൊക്കെ കുന്തിദേവിയാണ് ഉദാഹരണം പറയാം. കുന്തിദേവിക്ക് ഓരോ സുഖവും ദുഃഖവും വരുമ്പോൾ ഒക്കെ ശ്രീകൃഷ്ണനെയാണ് കണ്ടത്. അപ്പോൾ കുന്തിദേവിക്ക് അത് സാധ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാവും. അതുകൊണ്ടാണല്ലോ പറഞ്ഞു തന്നത്. ഇവിടെ അതേ വിഷയം പറഞ്ഞു തന്നിരിക്കുന്നു. ഓരോ അനുഭവത്തിലും ഓരോ വിഷയഗ്രഹണവും വരുമ്പോൾ ആ വിഷയഗ്രഹണം വരുന്നത് ചൈതന്യത്തിൻ്റെ സാമീപ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഓരോ വിഷയം വരുമ്പോൾ അതിലെ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിനെ കാണാൻ നമ്മൾ ശ്രമിക്കണം. മയ അധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചര എന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും. എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതിയാണ് ഈ സൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. അവിടെ ഭഗവാൻ പരമാത്മാവാണ്. പരമാത്മാവ് സാന്നിധ്യത്തിൽ പ്രകൃതിയാണ് എല്ലാം ഉണ്ടാക്കുന്നത്, മായ. ഓരോ അനുഭവത്തിലും മായയാണ്. ആ മായയെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ അത് പരമാത്മാവ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പരമാത്മാവിനെ കാണണം. കാരണം എന്താണ്? പരമാത്മാവും മായയും വേറെ വേറെയല്ല. പരമാത്മാവിൻ്റെ ശക്തിയാണ് മായ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നുവോ ദൈവത്തിനെയാണ് കാണുന്നത്, ബ്രഹ്മത്തെയാണ് കാണുന്നത്. ഇതാണ് മനസ്സിലാക്കാൻ യമധർമ്മൻ നചികേതസിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഓരോ അനുഭവത്തിലും
നീ ദൈവത്തിനെ കാണില്ല, ബ്രഹ്മത്തെ കാണൂ. അങ്ങനെയാണെങ്കിൽ ജനനം എന്നതൊരു അനുഭവമാണ്, ജീവിതം എന്നത് അനുഭവമാണ്, മരണം എന്നതും ഒരു അനുഭവമാണ്. അപ്പോൾ ജനനവും മരണവും ജീവിതവും യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെയാണ്. അത് വേറെ വേറെയായിട്ട് അങ്ങനെ വരുന്നില്ല. ആ അനുഭവത്തിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആശ്രയസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മത്തിനെ അറിയാൻ സാധിക്കും. ഇത് നമ്മൾ ആദ്യം ബുദ്ധി കൊണ്ട് അറിയാൻ ശ്രമിക്കുക, തീരുമാനങ്ങളിലൂടെ വേണ്ട വിധം പറഞ്ഞല്ലോ, മനനത്തിലൂടെ അറിഞ്ഞ് ഈ തത്വമാണ് ശരിയെന്ന് നമുക്ക് ബോധിക്കാൻ തുടങ്ങും. അപ്പോഴേ ആ തലത്തിലെത്തുള്ളൂ. ഓരോ അനുഭവത്തിലും ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ തലം എന്താ പറഞ്ഞാൽ ഓരോ അനുഭവവും ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓരോ അനുഭവവും നമ്മളുടെ ജീവിതത്തിൽ ഈശ്വര അവതാരമാണ്. അവതാരങ്ങളാണ് അനുഭവങ്ങൾ. അപ്പം നമ്മൾ സുഖമാണോ ദുഃഖമാണോ എന്ന് നോക്കണ്ട. ഓരോ അനുഭവത്തിൽ ഈശ്വരനെ കാണുമ്പോൾ പ്രസാദ ബുദ്ധിയോടുകൂടിയാണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈശ്വരനെ വിഗ്രഹമായിട്ടും ഓരോ രൂപങ്ങളായിട്ടേ കണ്ടുള്ളൂ. ഈശ്വരൻ അനുഭവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ അനുഭവത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഒരനുഭവത്തിൽ നിന്ന് വേറെ അനുഭവം, ഓരോ അനുഭവം ഇങ്ങനെ മാറി മാറി വരണം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ പ്രപഞ്ച നൃത്തം, നടനം എന്നൊക്കെ പറയുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ നടനം അല്ലെങ്കിൽ ശിവതാണ്ഡവം, ഇത് ദേവിയുടെ നടനം എന്നൊക്കെ പറഞ്ഞത് ഇതിനാണ്. ഈ അനുഭവങ്ങൾ മാറി വരുന്നതിനാണ്. മാറി വരുന്ന അനുഭവങ്ങളൊക്കെ ഈശ്വരൻ്റെ ഓരോ രൂപമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തത്വത്തിൽ ഇപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരനല്ലാതെ പിന്നെ എന്താ ഉള്ളത് ഇവിടെ? ഈശ്വര ദർശനം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഈശ്വരൻ മാത്രമുള്ളെങ്കിൽ പിന്നെ അഹമില്ല, ഞാനില്ലല്ലോ. ഞാൻ എന്നത് പോലും ഒരു വിഷയം. ഞാൻ എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ്. ജീവത്വം എന്നതൊരു വിഷയമാണ്. അതിന് ലയിപ്പിക്കുക ഈശ്വരനിൽ. ജീവത്വം എന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ അതും ഈശ്വരനാണെന്നറിയാം. ഇതാണ് നചികേതസിന് പറഞ്ഞു കൊടുക്കുന്ന രഹസ്യങ്ങൾ. വളരെ ഉന്നതമായ തലത്തിലുള്ള തത്വങ്ങളാണ്, ഫിലോസഫിയൊക്കെയാണ് പറയുന്നത്. മനനം ചെയ്ത് നമ്മൾ നന്നായിട്ട് ആ തലത്തിലേക്ക് എത്തണം. വർഷങ്ങളായിട്ട് എടുത്ത് പഠിക്കേണ്ട ഉപനിഷത്ത് തത്വങ്ങളാണ്. വലിയ വലിയ ആശ്രമങ്ങളിലൊക്കെ സ്വാമിമാരൊക്കെ ആ തലത്തിലിരുന്നിട്ട് അത് പഠിക്കുക. ഇതിപ്പോൾ നമ്മൾ ഗൃഹസ്ഥർ ഒരു ഉപനിഷത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പരിചയപ്പെടുക എന്ന തലത്തിലാണ്. ഉപനിഷത്ത് പഠനം എനിക്ക് സാധ്യമാണ്, എനിക്ക് വല്ലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഇങ്ങനത്തെ പഠനം സഹായിക്കും. പിന്നെ മുന്നോട്ട് നമുക്ക് ആഴമായിട്ട് അതിനുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും സാധിക്കും. ഇത്രയും പറഞ്ഞതിന്ന് ഒരു രത്ന ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ അനുഭവത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ഓരോ അനുഭവവും ഈശ്വരൻ തന്നെയാണ്. അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അതാണ് ഈശ്വരൻ. അപ്പോൾ വിഷയങ്ങൾ എന്താണ്? ഈശ്വരൻ്റെ തന്നെ രൂപങ്ങളാണ്, പ്രകടനമാണ് ഓരോ വിഷയവുമായിട്ട് നമ്മൾ അറിയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പക്ഷേ വിഷയം ഈശ്വരന് അന്യമാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അകലേക്ക് പോകുന്നു. വിഷയമായിട്ട് അനുഭവപ്പെടുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നറിഞ്ഞ് നമ്മൾ പിൻവലിയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് എത്തുന്നു. ഇതാണ് ഇത്രയും ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് 3-ാമത്തെ മന്ത്രം വരെ എത്തി. 4-ാമത്തെ മന്ത്രം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. അറിയുന്നതാണെങ്കിൽ പറയാം. അത് തന്നെയല്ലേ വിഭൂതി യോഗം പറയുന്നത്? അതെ, വിഭൂതി യോഗം വിശ്വരൂപ ദർശന യോഗം രണ്ടും കൂടി ചേരുമ്പോൾ ഇവിടേക്ക് എത്തും. വിഭൂതിയില് അല്ലേ വിശ്വം ഈശ്വരനാണ്. എല്ലായിടത്തും നമ്മൾ ആ ഭഗവാനെയല്ലേ കാണാൻ സാധിക്കും. പ്രാകൃതർക്കെ അത് മനസ്സിലാവില്ല ഭഗവാനാണെന്നല്ലേ, മനസ്സിലാവില്ല. എല്ലാം ഭഗവാനാണ് ദർശിക്കാൻ. അല്ല, പ്രാകൃത ഭക്തിയില് ഓരോ ഈശ്വര രൂപത്തിനെയും നമ്മൾ വേറെ വേറെ ആയിട്ട് കാണണം. അത് ആക്ച്വലി തത്വത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ പ്രാകൃത ഭക്തി, ഇപ്പൊ ഗണപതി വേറെ ഭഗവതി വേറെ എന്നൊക്കെ പറയണം. ഇപ്പം ഒരു കാര്യം മുടങ്ങി, ഒരു ഗണപതി ഹോമം ചെയ്യൂ, കാശ് വേണം, മഹാലക്ഷ്മിയെ പൂജിക്കൂ എന്ന് പറയുന്ന പ്രാകൃത ഭക്തിയാണ്. പക്ഷെ ഗണപതിയായിട്ടിരിക്കുന്നതും ഭഗവതിയായിട്ടിരിക്കുന്നതും ഒക്കെ ഒരേ തത്വം തന്നെയാണ് എന്നറിയുമ്പോൾ തത്വത്തിലെ ഭക്തിയായി, അത് ശരിയായ ഭക്തിയായി. അവിടെ നമ്മൾ ഈശ്വര രൂപത്തിനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇവിടെ ഉപനിഷത്ത് എന്താ പറയുന്നത്? ഓരോ ചിന്തകളെയും കൂടി, ഓരോ ചിന്തകളും ഓരോ അനുഭവം കൂടി ഈശ്വരൻ്റെ വിഗ്രഹമാണ്. ഇപ്പം നമ്മളവിടെ ഗണപതിയെ കണ്ട പോലെ തന്നെ ഒരനുഭവം വരുമ്പോൾ അത് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ സാധാരണക്കാർക്ക് ഭക്തിയോഗമല്ലേ നല്ലത്?
അല്ല, ഭക്തിയോഗം ജ്ഞാനയോഗം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി സെപ്പറേറ്റ് ഒരു ഇതില്ല. അങ്ങനെ രണ്ട് റൂട്ടില്ല. ഒന്നിൻ്റെ തുടർച്ച തന്നെയാണ് ഒന്ന്. കാരണം യഥാർത്ഥത്തിൽ ഭക്തി വരണമെങ്കിൽ ജ്ഞാനം വേണം. യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ ഭക്തി വേണം. ഇത് രണ്ടും ഒരുമിച്ച് പോവുള്ളൂ. നമുക്ക് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ഇമോഷൻസ് തിരിച്ചു വിടാൻ ഒരു ഈശ്വര രൂപം സഹായിക്കും. ഈശ്വരൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയല്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഇതൊക്കെ അങ്ങോട്ട്. പിന്നെ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഈ ഈശ്വരൻ ആരാണ് ഇല്ലെങ്കിൽ എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. അത് ഭക്തിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം. അപ്പോഴാണ് ഭക്തനും ഭഗവാനും കൂടി ഒന്നാവുന്ന തലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ജ്ഞാനിയുടെ തലത്തിലേക്ക് എത്തും. ഭക്തി വളർന്ന് വളർന്ന് ജ്ഞാനത്തിലെത്തും. ജ്ഞാനത്തിൽ നമ്മളിങ്ങനെ തത്വം ചിന്തിച്ച് പോകുമ്പോൾ അത് ഭക്തിയായിട്ട് മാറും. കാരണം ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഭക്തനേ ഉള്ളൂ. പിന്നെ ഭക്തി രണ്ടും എത്തുന്നത് ഒന്ന് തന്നെയാണ്. നമുക്കത് സാധനങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടി ഭക്തി ജ്ഞാനം എന്നൊക്കെ വേറെ വേറെ പറഞ്ഞു എന്നുള്ളൂ. ഇത് രണ്ടും നന്നായിട്ട് വരണമെങ്കിൽ ചിത്തശുദ്ധി വേണം. ചിത്തശുദ്ധി വേണമെങ്കിൽ കർമ്മങ്ങൾ കർമ്മയോഗമാവണം. അപ്പോൾ അതാണിപ്പം നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പം അർജുനോട് ആദ്യം സ്ഥിതപ്രജ്ഞത്തെ ലക്ഷണമൊക്കെ പറഞ്ഞു 2-ാം അധ്യായത്തിൽ. ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം. എന്നിട്ട് അർജുനോട് എന്ത് പറഞ്ഞു? കർമ്മണ്യേവാധികാരസ്ഥേ മാ ബലേഷു കഥാചന. നീ പോയിട്ട് കർമ്മം ചെയ്തു, നിനക്ക് അതിനാണ് അധികാരം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ചോദ്യം വന്നതാണ്. ഇപ്പോൾ ഈ ചോദിച്ച അതേ ചോദ്യം. ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ എന്നെ കൊണ്ട് എന്തിനാ കർമ്മം ചെയ്യിക്കുന്നത്? അപ്പോഴാണ് പറഞ്ഞത് കർമ്മം ചെയ്താലേ ചിത്തശുദ്ധി ഉണ്ടാവുള്ളൂ. ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ ഭക്തി ആത്മജ്ഞാനത്തിലേക്ക് എത്തുള്ളൂ. അപ്പം ഇതും ഒരേ റൂട്ട് തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പറഞ്ഞു. അല്ലാതെ ഭക്തി എന്ന് നമ്മളിപ്പം പ്രാകൃതമായിട്ടൊരു ഭക്തി വിളക്ക് കത്തിച്ചു, ജനത്തിരി കത്തിച്ചു, അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവനവനെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഇതൊക്കെ. പതുക്കെ ഈ തലത്തിലേക്ക് എത്താനുള്ള ഓരോ മാർഗങ്ങളാണ് ഭക്തിയുടെ. ഓരോ തലം മാത്രമേ പറഞ്ഞുള്ളൂ. അതൊക്കെ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞ എല്ലാം ഒന്നാണെന്ന് അറിയലാണ് യഥാർത്ഥ ഭക്തി. അപ്പോൾ അത് തന്നെയാണ് ഒരു ജ്ഞാനിയുടെ തലം. അപ്പോൾ അവിടെ ഒറ്റയടിക്ക് അങ്ങോട്ട് എത്തില്ലല്ലോ. നമ്മൾ പതുക്കെ എത്താൻ വേണ്ടിയിട്ട് ഓരോ ഈശ്വര രൂപങ്ങൾ പറഞ്ഞു. അതിൽ കൂടെ മുന്നോട്ട് വരാൻ പറഞ്ഞു. അതിൽ കുടുങ്ങരുതെന്ന് അപ്പോഴും പറയുന്നുണ്ട്. അമ്പലങ്ങളിൽ കുടുങ്ങരുത്, അല്ല ക്ഷേത്രത്തിൽ ജനിക്കാം, ക്ഷേത്രത്തിൽ മരിക്കരുത് എന്നാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നമുക്ക് ക്ഷേത്ര ആരാധനയിൽ തുടങ്ങാം. പിന്നെ പതുക്കെ ഓരോ ഈശ്വര രൂപങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പം വിഷ്ണു സഹസ്രനാമം വായിക്കുന്ന ഒരാളോട് ആ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ മുഴുവൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ലളിതാ സഹസ്രനാമം എടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനം പഠിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. വിഷ്ണു സഹസ്രനാമം തന്നെയാണ് ലളിതാ സഹസ്രനാമം, തത്വത്തിൽ ഒന്നാണെന്ന്. അപ്പോൾ വ്യത്യാസം വരുന്നില്ല. ആരാധനയ്ക്കുള്ള സൗകര്യത്തിന് ഓരോ രൂപം സങ്കല്പിക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രാകൃത ഭക്തിയിൽ കുടുങ്ങരുത് എന്നാണ് പറഞ്ഞത്. തത്വത്തിലെ ഭക്തിയിലേക്ക് ഉയരണം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിലിപ്പം നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴും അങ്ങനെയല്ല. ഭാഗവതത്തിൽ അവസാനം ഉദ്ധവരോട് എന്താ പറയുന്നത് ഭഗവാൻ? ഉദ്ധവരെ ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞത് എന്താണ്? ശ്രീകൃഷ്ണ അല്ല, ഉദ്ധവരല്ല, എന്താണ് വ്യാസർ അവസാനം പറയുന്നത്? ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞത് ശ്രീകൃഷ്ണ ചൈതന്യത്തിൽ നിൻ്റെ മനസ്സ് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും കുറേ കാര്യങ്ങൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം ലക്ഷ്യം പറഞ്ഞു, ഈ കാണുന്നതൊക്കെ ശ്രീകൃഷ്ണ ചൈതന്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ക്ലിയർ ആയോ പറഞ്ഞേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലാം. ഓ